നിങ്ങൾ ആദ്യം ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കിയേ. ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനോട് പറയുന്ന വാക്കുകളാണ്. ഇത്രേ ഉള്ളൂ. എടോ താൻ തന്നെ പണി നോക്ക്, ഞാൻ എൻ്റെ കാമനോടൊപ്പം അടിച്ചുപൊളി ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. അതിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. നിങ്ങൾ ആദ്യം കേട്ട് നോക്കിയേ. ദൈവം ഇത് ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. ഇനി അടുത്ത് കേൾക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ വാക്കുകളാണ്. അയാൾ നെഞ്ചു പൊട്ടുന്ന വാക്കുകളാണ് പറയുന്നത്. കരയുകയാണ് കൊച്ചു കുട്ടികളെ പോലെ. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കിയേ. അമ്മ ഞാൻ ചത്തോണ്ടിരിക്കുന്നു. ഇങ്ങനെ അയാൾ എന്തിനാ കരയുന്നത് അറിയാമോ? അയാൾ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി. എന്നിട്ട് മൂത്ത മകളോട് പറയുകയാണ്, മക്കളെ അച്ഛൻ പോവുകയാണ്, നീ ഇളയ സഹോദരങ്ങളെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അയാളും പോവുകയാണ്. പക്ഷെ പോയതെവിടെയാ? മരണത്തിലേക്കാണ്. അയാൾ മരിച്ചു, ഭാര്യയെ കൊലപ്പെടുത്തി. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നടന്ന ആ ദാരുണ സംഭവത്തിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള നാലാഞ്ചിറയിലെ ഒരു വീട്ടിൽ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുകയാണ്. ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നത് ആരാണ്? സ്വന്തം ഭർത്താവ്. ആരുടെ മുമ്പിൽ വെച്ചാണ്? സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച്. മക്കൾക്ക് എത്രയും പ്രായം? 17 വയസ്സുള്ള പെൺകുട്ടി, അതിന് തൊട്ട് താഴെ 15 വയസ്സുള്ള ഒരു കുട്ടി, പിന്നെ 9 വയസ്സുള്ള 4 കുട്ടികൾ, 2 ആണും 2 പെണ്ണും. ഈ മക്കളുടെ മുമ്പിൽ വെച്ചാണ് അച്ഛൻ അമ്മയെ കൊന്നിട്ടിരിക്കുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റും? അതും രാവിലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കും. കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ട സമയമാണ്. പുതിയ ബാഗും പുതിയ ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അവർക്ക് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. പകരം ഒരു ദാരുണമായ സംഭവത്തിന് ആ കുട്ടികൾ സാക്ഷ്യം വഹിക്കുകയാണ്. അച്ഛനെ കാണാനുമില്ല. സുരേഷ് എന്ന് പറയുന്ന ആൾ ഭാര്യയായിട്ടുള്ള ഹസീനയാണ് ഈ വിധത്തിൽ ദാരുണമായ വിധത്തിൽ കൊന്നിട്ടിരിക്കുന്നത്. നാട്ടുകാർക്കൊന്നും ഒരു പിടിയുമില്ല. കുട്ടികളുടെ നിലവിളി കേട്ട് നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടി. വാടക വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വീട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരാൾക്ക് പോലും എത്തും പിടിയില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്ക് കൂടുന്നതൊക്കെ പലരും കേട്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. അത്രേ കരുതിയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു വിധത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. സുരേഷിനെ കാണാനുമില്ല. എന്തായാലും പോലീസ് എത്തി. ഇനി സുരേഷിനെ കണ്ടുപിടിക്കണം. സുരേഷിനെ പിന്നാലെ പായുകയാണ് പോലീസ്. അയാൾ കാറ് കൊടുത്ത് എങ്ങോട്ടോ പോയിരിക്കുവാണ്. സുരേഷ് രക്ഷപ്പെട്ടു. കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അത്ര അവർ തകർന്നിരിക്കുവാണ്. കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവരോട് എന്ത് ചോദിക്കാൻ പറ്റും? ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സുരേഷിനെ തപ്പി പോലീസ് പിന്നാലെ പായുകയാണ്. അയാളെ കിട്ടിയെങ്കിൽ മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞു. വീണ്ടും ഞെട്ടൽ. എന്താണെന്നറിയാമോ? സുരേഷ് മരണപ്പെട്ടു. എങ്ങനെയാണ് മരിച്ചതെന്നറിയാമോ? തമിഴ്നാട്ടിലെ ചിദംബരം എന്ന സ്ഥലത്ത് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി അയാൾ ആത്മഹത്യ ചെയ്തു. തീർന്നു. അച്ഛനും പോയി, അമ്മയും പോയി. ചുരുക്കത്തിൽ എന്താ സംഭവിച്ചത്? ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. എല്ലാവരുടെ മുമ്പിൽ ഇനി അടുത്ത ചോദ്യം ആ കുഞ്ഞുങ്ങളുടെ മുഖമാണ്. 2 കുഞ്ഞുങ്ങൾ, അത് 2 പെൺകുഞ്ഞുങ്ങളാണ്, 2 പൊടി ആൺപിള്ളേരാണ്. ഇവരെ ഇനി ആര് നോക്കും? ഭർത്താവ് സ്വന്തം ഭാര്യയോട് ഈ വിധത്തിൽ പെരുമാറിയത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പിടിയുമില്ല. ആൾക്കാർ എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ മെനഞ്ഞു കൂട്ടുക. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ്. പക്ഷെ അതൊന്നുമല്ല കാര്യം. അയാൾക്ക് അത്രത്തോളം വേദന തോന്നിക്കാണോ അല്ലേ? ഒരു ഭാര്യയെ കൊന്നിട്ട് സ്വന്തം ജീവിതം പോലും മറന്ന് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തോ സാരമായ വിഷയം അയാളുടെ മനസ്സിലുണ്ട്. അത് ഉറപ്പാണ് അല്ലേ? അതറിയണമെങ്കിൽ ഇവരുടെ ആ പഴയ കാലത്തിലേക്ക് പോകണം. സുരേഷും ഹസീനും ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇവരുടെ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, 2 ജാതിപ്പെട്ടവരാണ്. ഒരു പ്രശ്നമില്ല, അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്നും പറഞ്ഞ് സുരേഷിൻ്റെ വീട്ടുകാരും ഹസീനയുടെ വീട്ടുകാരും ഇവരെ ജീവിക്കാൻ വിടുകയാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഈ സുരേഷാണെങ്കിൽ ഇലക്ട്രീഷ്യനാണ്, നല്ലൊരു മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വീട് നോക്കാനൊക്കെ മിടുക്കനായ ഒരു പുരുഷനാണ്. ഇതെല്ലാം പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് ഹസീൻ്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചിരിക്കുവാണ്. ആ ദാമ്പത്യ വല്ലരിൽ 4 കുട്ടികൾ ജനിച്ചു. നമുക്ക് അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 4 നല്ല മിടുക്കം പിള്ളേർ ജനിച്ചു. 2 ആണും 2 പെണ്ണും. അങ്ങനെ സന്തോഷകരമായിട്ട് കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ അച്ഛനെയും അമ്മയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് മക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സുരേഷിന് വിചിത്രമായൊരു സ്വഭാവം. ഈ ഒരു കുഴപ്പം നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ വന്നാൽ തീർന്നു കേട്ടോ. സകലതും തവിട് പൊടി. എന്താണെന്നറിയാമോ? സംശയരോഗം. ഭാര്യയെ സംശയം. ആ പെൺകുട്ടി, അതായത് ഹസീന, തിരിയാൻ പാടില്ല, വെളിയിൽ പോകാൻ പാടില്ല, ആരെ നോക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു സംശയരോഗം വരണമെങ്കിൽ എന്തോ സാരമായ കുഴപ്പം കാണുമല്ലോ. 4 കുട്ടികളായെന്ന് കൂട്ടിക്കുവാണ്. കാര്യമുണ്ട്. അതിൻ്റെ പിന്നിൽ ഈ ഹസീന തന്നെയാണ്. ഹസീന ചെറിയൊരു കുസൃതി ഒപ്പിച്ച് 4 പിള്ളേരുള്ള ആ ഹസീന ചെറുതൊരു കുസൃതി ഒപ്പിച്ചെന്ന്
ആ കുസൃതി എന്താണെന്ന് ഒന്ന് കേട്ടു നോക്ക്. അച്ഛൻ സംശയം ഉണ്ടോ? ഉണ്ട് സംശയരോഗം. സംശയം ഉണ്ടെന്ന് പറയുന്നത് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത്. എപ്പോഴും എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്ത് വിടത്തില്ലേ അമ്മേ? പുറത്തുവിടില്ല. ഇല്ല, പുറത്തുവിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛനും കൂടെ പോകും. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് ഞാൻ പോയി പിന്നെ അവിടെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിന് ശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് അപ്പൊ ആർക്കായാലും ഉണ്ടാവും, ഉണ്ടാവും ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീട് വീട്ടിൽ പുറത്ത് വിടാൻ. അതെ അതെ അതെ, തീർന്ന കാര്യം. തവിട് പൊടി. ദാമ്പത്യ ബന്ധം ഇനി നന്നായിട്ട് മുന്നോട്ട് പോകുമോ? പോകത്തില്ല. ഒരു സംശയം ഒരു കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് പിടിക്കുന്നതൊക്കെ സംശയമായിരിക്കും. മൊബൈലിൽ ആരെ വിളിക്കുന്നു, അവൾ ആരോട് സംസാരിക്കുന്നു, അവൾ എവിടെ പോകുന്നു എന്നുള്ള രീതിയിൽ തിരിച്ചു മറിച്ചുകൊണ്ട് കേട്ടോ സംശയമേ സംശയം. അത് മാത്രമല്ല ഈ സുരേഷ് പിന്നെ ഈ ഹസീനെ നന്നായിട്ട് വീക്ഷിക്കാൻ തുടങ്ങി. മൊബൈൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ തിരിച്ചറിവ് ഈ സുരേഷിന് കിട്ടുകയാണ്. ഈ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛ്യമായിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത് കണ്ടുപിടിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ പ്രശ്നം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ഹസീനയുടെ ഒരു പഴയ ഒരു ക്ലാസ്മേറ്റ്, അറിയാലോ ക്ലാസ്മേറ്റ് ആണല്ലോ ഇപ്പോൾ എല്ലാത്തിനും പ്രശ്നം. ആ ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് പ്രണയങ്ങളാണ് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നത്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഹസീനയ്ക്ക് ആരോടോ, ആളെ നമ്മൾ പറയുന്നില്ല, ആരോടോ ഒരു പ്രണയം. ആളെ കണ്ടുപിടിച്ചു കേട്ടോ. ഈ വീട്ടിലെ കുട്ടികൾക്കും അറിയാം, ഭർത്താവിനും അറിയാം. അതോടെ ആകെ പുകയിലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രശ്നം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ സമാധാനമില്ല, കുട്ടികൾക്ക് സമാധാനമില്ല, ആകപ്പാടെ പ്രശ്നം. അയാൾ ചെറുതായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. ആരാണ്? ഭർത്താവായ സുരേഷ്. അങ്ങനെ എല്ലാം കൊണ്ടും ആ വീടൊരു നരകമായിട്ട് മാറുകയാണ്. അമ്മയുടെ കൂട്ടുകാരനായിരുന്നു അവനാണ്. അത് നമ്മള് സംസാരിക്കാം. അപ്പോഴും നല്ലൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇടയ്ക്ക് എന്തൊരു ഇതിന്റെ തലേ ദിവസം കണ്ടെന്നാണ് പറഞ്ഞത്. അത് വരുമായിരുന്നൊക്കെ അച്ഛന്റെ കൂട്ടുകാരന്മാരാണ് പറഞ്ഞത്. അവൻ തന്നെയാണ് കാരണം. അവൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടില് വലുതായിട്ട് പ്രശ്നമായത്. ഒരു ദിവസം എല്ലാവരും ഞെട്ടിക്കുന്ന ന്യൂസ് കേൾക്കുകയാണ്. ഹസീന വീട് വിട്ട് ഇറങ്ങിപ്പോയി. എവിടെ പോയിരിക്കും? സ്വന്തം വീട്ടിലേക്കാണോ? അല്ല. ഇനി വല്ല ദേവാലയത്തിലേക്കാണോ? ഒന്നുമല്ല. പിന്നെ ആരോടൊപ്പമാണ്? സ്വന്തം കാമുകനോടൊപ്പം. ആരെയും കൂട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്? ഇളയ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് മറ്റേ 3 പിള്ളേരോടും ടാറ്റ പറഞ്ഞ് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് കാമുകനോടൊപ്പം എവിടെയോ പോയിരിക്കുന്നു. അല്ലേ? നല്ലൊരു അമ്മയല്ലേ, നല്ലൊരു ഭാര്യയല്ലേ, ഇറങ്ങിപ്പോയി. പുള്ളിക്കാരത്തി ഇപ്പം ലാസ്റ്റ് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുമായിട്ട് പേരുന്ന് അവിടെ പോയെന്ന് അറിഞ്ഞാൽ. അത് പോയതിന് ശേഷം അയാളുടെ കൂടെ എവിടെ പോയെന്ന് അതറിയത്തില്ല. പുള്ളിയുടെ കൂടെ ഇവിടുന്ന് ഒരാഴ്ച കൊണ്ടോ ഇല്ലാന്ന് പറഞ്ഞു. ചെന്നൈയിലാണോ? ഒരാഴ്ച കൊണ്ടോടെ മാറിയായിരുന്നു. പോയ സമയത്ത് ഇളയ കൊച്ചിന് ലാസ്റ്റ് കൊച്ചിന് എന്തോ കൊണ്ടുപോയെന്ന് കൂടെ കൊണ്ടുപോയത്. രാവിലെ ഒരു 7:30 ആയപ്പോ ഇളയാളെയും കൂട്ടിക്കൊണ്ട് പോവാണ് ചെയ്തത്. ഇത്രയും വലിയ ആളല്ലേ, മോക്ക് സംശയം തോന്നില്ല ഇവിടെ പോകുന്നു? ഞാൻ സംശയം ഉണ്ടായിരുന്നു. അച്ഛനവിടെ പോയതാണെന്ന് തോന്നുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് എന്ന് പറയുന്ന ആ ഭർത്താവിനെ കാല് തൊട്ട് വന്നിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഏതോ ഒരാളോടൊപ്പം രായ്ക്കരാമാൻ ഒരു കൊച്ചിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയി ആ സ്ത്രീയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാവുകയാണ്. അയാൾക്ക് അവൾ വേണം. 4 കുട്ടികളുടെ അമ്മയായിട്ട്, തൻ്റെ സ്വന്തം ഭാര്യയായിട്ട് അയാൾക്ക് അവൾ വേണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ മധ്യസ്ഥയിൽ ആ ചർച്ച പറഞ്ഞ് ഒത്തീർപ്പാക്കുകയാണ്. ഇനി ഒരിക്കലും ആരോടൊപ്പം പോകാൻ പാടില്ല, താൻ പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞ അയാൾ 100 ക്ഷമയൊക്കെ ചോദിച്ച് സ്വന്തം വീട്ടിലേക്ക് ആ ഭാര്യയെ, ഹസീന എന്ന് പറയുന്ന ആ ഭാര്യയെ കുട്ടികളുടെ അമ്മയായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ആര്? സുരേഷ് എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ. അച്ഛൻ പക്ഷെ ഒരുപാട് കാല് പിടിച്ചിന് പോരെന്നൊക്കെ പറഞ്ഞോ? അവിടെ സ്റ്റേഷനിൽ വെച്ച് കാല് പിടിച്ചിരുന്നു. പോലെന്ന് പറഞ്ഞ് കാല് പിടിച്ചായിരുന്നു. അമ്മ പറഞ്ഞ് പറ്റില്ല എന്ന് തന്നെ അമ്മയും പറഞ്ഞത്. അവിടെ സ്റ്റേഷനിലുള്ള ആൾക്കാരാണ് പറഞ്ഞ് സമ്മതിപ്പിച്ച് വിട്ടത്. എല്ലാ പ്രശ്നവും പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അല്ലേ? ആ 4 മക്കൾക്കും അമ്മയെ കിട്ടി, സുരേഷിന് സ്വന്തം ഭാര്യയും കിട്ടി. ഇതോടെ പ്രശ്നം തീർന്നു എന്ന് ഞാനും വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചു, ലോകം മുഴുവൻ വിചാരിച്ചു. പക്ഷേ പ്രശ്നം അവിടെ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥ പ്രശ്നം. ഈ സ്ത്രീക്ക് ഈ സുരേഷിനൊപ്പം ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല. ആ സ്ത്രീയുടെ മനസ്സിൽ മറ്റേ ആളായിരുന്നു. ആര്? കാമുകൻ എന്ന് പറയുന്നവൻ. അവനോടൊപ്പം ജീവിക്കാനാണ് അവൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അന്ന് രാത്രി ഒരുപാട് നേരം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ
ഈ സുരേഷ് ശ്രമിച്ചു, പോട്ട് പറ്റിയതെല്ലാം പറ്റി, നമുക്ക് 4 മക്കളില്ലേ, ഞാനില്ലേ, നിനക്ക് എന്തിൻ്റെ കുറവാ, ഞാൻ മദ്യപനമൊക്കെ നിർത്തിയല്ലോ, അയാൾ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുമായിരുന്നു, ആ പ്രശ്നമൊക്കെ തീർന്നു, അയാൾ മദ്യപിക്കുന്നില്ല, അയാൾ നല്ലൊരു ഭർത്താവായിട്ട് മാറി, കുഞ്ഞുങ്ങൾ നല്ലൊരു അച്ഛനായിട്ടൊക്കെ മാറി, അവളെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഹസീന അടങ്ങിയില്ല, അടങ്ങാൻ അവൾ തയ്യാറായതുമില്ല. അന്ന് വെളുപ്പാങ്കാലം വരെ അയാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ സ്ത്രീ അടങ്ങിയതേയില്ല. എല്ലാം കേട്ടുകൊണ്ട് ആ 4 കുഞ്ഞുങ്ങൾ അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. ആ കുഞ്ഞുങ്ങളും അമ്മയെ ഉപദേശിച്ചു, അമ്മ ഒന്ന് അടങ്ങമ്മ, അച്ഛൻ പറഞ്ഞ് കേൾക്കുന്നൊക്കെ ഒരുപാട് തവണ ആ കുഞ്ഞുങ്ങളും പറഞ്ഞു, അടങ്ങിയില്ല. അവസാനം എന്താ ചെയ്യുന്നറിയാമോ? ഇനി ഒരിക്കലും തൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിലേക്കും തൻ്റെ കുട്ടികളുടെ ജീവിതത്തിലേക്കും വരത്തില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ തീർത്ത് കളഞ്ഞു, ആ സ്ത്രീ കൊന്നുകളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി വീണ്ടും സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഇതായിരുന്നു. ഇത് ഈ പുള്ളിക്കാരൻ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഉറക്കണിട്ട് കാവലിരിക്കുമായിരുന്നു. ഇവർ ഉറങ്ങിയിട്ടില്ല. പുള്ളിക്കാരിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ വ്യക്തി പുറത്തുനിന്ന് നിൽക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും പോയാൽ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ പോവാതെ കാവലിരിക്കുമായിരുന്നു. 4 മണിയിൽ സഹിച്ചിരുന്നു, പറ്റിയില്ല. അപ്പോൾ തമ്മിൽ സംസാരങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികളായി. ആ സമയത്താണ് ഇത് പുള്ളിക്കാരി ബാഗ് കൊടുത്തിട്ട് ഇറങ്ങിയത്. ആ ദേഷ്യത്തിലാണ് പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് കാറിൽ പോയിട്ട് വന്നാണ് എന്തോ കത്തിയെന്തോ എടുത്തുകൊണ്ടൊന്ന് ഇത് ചെയ്തത്. നമ്മൾ ആദ്യം കേട്ടൊരു വോയിസ് ഉണ്ടല്ലോ, ആ ഭർത്താവ് നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ച, അത് എപ്പോഴും സംഭവിച്ചെന്നറിയാമോ? ആ ഭാര്യയെ കൊന്നിട്ടതിന് ശേഷം മൂത്ത മകളെ വിളിച്ച് പറയുകയാണ്, അച്ഛൻ പോവുകയാണ്, ഇനി മക്കൾ താഴെയുള്ള 3 അനിയത്തിമാരെ നോക്കണം, അല്ലെങ്കിൽ സഹോദരങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ പോവുകയാണ്. മക്കൾ ചോദിച്ചു എവിടെ പോകുന്നു വെച്ച് ഉത്തരവൊന്നും പറഞ്ഞില്ല. അയാൾ എവിടെ പോകുന്നറിയാമല്ലോ, നേരെ തമിഴ്നാട്ടിലുള്ള ആ സ്ഥലത്തെത്തുന്നു, ട്രെയിനിൽ മുമ്പ് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതോടെ ആ 2 ജീവിതങ്ങളും അവിടെ അവസാനിച്ചു. ഹസീന എന്ന് പറയുന്ന ആ സ്ത്രീയെ പറഞ്ഞ് നന്നാക്കാൻ സ്വന്തം മക്കൾക്കും പറ്റിയില്ല, ഭർത്താവിനും പറ്റിയില്ല, സ്വന്തം അമ്മയ്ക്ക് പോലും പറ്റിയില്ല. സഹോദരനോടും ഈ അമ്മയോടൊക്കെ ഞങ്ങൾ ചോദിച്ചു, ഹസീന എന്താ ഇങ്ങനെ ആയിപ്പോയേ? ഹസീനയ്ക്ക് സ്വന്തം തെറ്റ് തിരുത്തിയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അമ്മ കൈമലർത്തുകയാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൾ മാറിയില്ല എന്നുള്ള ഉത്തരമാണ് ആ അമ്മ പോലും പറഞ്ഞത്. ആരുടെ അമ്മ? ഹസീനയുടെ അമ്മ. മകള് തെറ്റ് ചെയ്തോ, തെറ്റെന്ന് തന്നെ പറഞ്ഞ ഇപ്പോഴായിട്ട് എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. മനസ്സിലായ ആങ്ങളേക്കെല്ലാം പറയുന്നുണ്ടോ? സഹോദരനെല്ലാം പറയുന്നുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇപ്പോഴും പറയാറില്ല, ഒന്നും അറിയത്തില്ല, എപ്പോഴും വരാറില്ല അങ്ങോട്ട്. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലേ ആ 4 മക്കളുടെ മുഖം. കൊച്ചു പിള്ളേരാണെന്നേ, ഇളയ 2 പിള്ളേരെന്ന് പറഞ്ഞാൽ 11-9 വയസ്സുള്ള ജീവിതം എന്താണെന്ന് പോലും, അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാത്ത കുഞ്ഞു മക്കളാണ്. അവർ നോക്കുമ്പോൾ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഇനി അവരെ ആര് നോക്കും? വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ വലിയ സാമ്പത്തികം ഒന്നുമുള്ളവരല്ല. ബന്ധുക്കളായ മറ്റുള്ളവർക്കും ഇവരെ നോക്കാൻ പറ്റുന്ന സാമ്പത്തികവും ഇല്ല. ഇനി ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് ആ നാട് മുഴുവൻ. 2 ഭാഗത്തും തെറ്റുണ്ട്, 2 പേരെയും മനസ്സിലാക്കിയില്ല, അതാണ് കാര്യം. 4 പേരെയും ഓർത്തിരുന്നെങ്കിൽ ഇത്ര ഒരു പോവില്ലായിരുന്നു. അവരെ മാത്രം സ്നേഹം, അങ്ങനെ അവരെ ലോകമായിരുന്നു, അതായിരുന്നു. ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച വല്ലാത്തൊരു വിഷം നിറഞ്ഞ കാഴ്ചയാണ്. ആ 4 മക്കളുടെ മുഖങ്ങൾ ദയനീയമായ മുഖങ്ങളാണ്. അവർക്കിനി ആരും ഇല്ലല്ലോ. ആ മൂത്ത ചേച്ചി അല്ലെ 17 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് പോലും പക്വത ആയിട്ടില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെ ഇനി ആര് നോക്കും? മനസാക്ഷിയുള്ള ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ സഹായിക്കുക. ഒരു നല്ലൊരു കാരുണ്യ പ്രവർത്തനമായിരിക്കും അത്. തീർച്ചയായിട്ടും അവർക്ക് നല്ല സഹായഹസ്തങ്ങൾ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 4 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഇപ്പോൾ പാഴായത്. അവരെ ഇനി അന്വേഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അമ്മമാരെന്ന് പറയുന്നത് നല്ല പ്രായം ചെന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് താങ്ങുകയൊന്നുമില്ല ഇവരെ 4 പേരെയും സംരക്ഷിച്ച് പോകാൻ. അതിന് നമുക്ക് സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ പിള്ളേരുടെ കൂടെ, കാരണം ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സാധാരണ സാധുക്കളാണ്. കാരണം ഇതിൽ ജോലിയുള്ളവരൊന്നും അത്ര സാമ്പത്തികമുള്ളവരൊന്നും നമ്മുടെ കുടുംബത്തിലില്ല. ഇനി ഇത്തരത്തിൽ വഴിതെറ്റി സഞ്ചരിക്കുന്ന മാതാപിതാക്കളുടെ ചെറിയൊരു വാക്ക്, ഒന്ന് അടങ്ങ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്, വികാരം എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആ പാവം കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്ന് അടങ്ങിയേ പറ്റൂ. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഭാവിയിൽ ഉത്തരം കൊടുക്കേണ്ട ബാധ്യത ഈ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ഉദാഹരണത്തിന് ഈ 4 കുഞ്ഞുങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അച്ഛൻ അമ്മയെ കൊന്ന കാര്യം, അല്ലെ അമ്മ അങ്ങനെ ചെയ്ത കാര്യത്തിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത് ആരാണ്? ഈ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ കാത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത ഈ കുഞ്ഞുങ്ങളാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആന മണ്ടത്തരമൊന്നും ഒരു മാതാപിതാക്കളും കാണിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സഹനശക്തിയും ആത്മധൈര്യവും എല്ലാം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.